ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിൽ. സംസ്ഥാന സർക്കാരിന്റെ അധികാരമാണ് ഇതിനുള്ള അധികാരം. സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കുന്ന അധികാരം അതിന് കേന്ദ്രത്തിന് അനുമതി വാങ്ങണം. അതിന് ധനോത്തരവാദിത്ത നിയമത്തിന്റെ നിബന്ധനകൾ പാലിക്കണം. അതിനൊന്നും അതല്ല തർക്ക വിഷയം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അവ വായ്പയെടുക്കാറുണ്ട്. അങ്ങനെ വായ്പയെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ? കിഫ്ബിയുടെ കാര്യത്തിൽ തന്നെ 1999 കിഫ്ബി രൂപം കൊണ്ടതിന് ശേഷം 99 ഇടതുപക്ഷ സർക്കാർ കിഫ്ബി ഉപയോഗിച്ച് വായ്പ എടുത്തു. 2002 UDF വായ്പ എടുത്തു. 2003 UDF വായ്പ എടുത്തു. ആരും പറഞ്ഞില്ലല്ലോ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. ഇപ്പോ UDF പറയുന്നു ഇതുവരെയും സംസ്ഥാനത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനം വിനിയോഗിച്ച അധികാരം ഭരണഘടനാ വിരുദ്ധമാണ്. ഇതാണ് കോടതിയിലെ കേസ്. KPCC സെക്രട്ടറി വക്കാലത്ത് എടുത്ത് നടത്തുന്ന കേസിന്റെ മർമ്മം ഇതാണ്. CNDG പറയുന്നത് അങ്ങനെ അധികാരമില്ല, കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് ഭരണഘടനയ്ക്കെതിരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്, UDF വ്യക്തമാക്കേണ്ടുന്ന കാര്യം ഇതാണ്. ഇത് നിങ്ങളിത് അംഗീകരിക്കുന്നു ഈ നിലപാട്. മറ്റതൊക്കെ പ്രൊസീജിയറൽ കാര്യങ്ങൾ. നിങ്ങൾ നിയമസഭയുടെ അവകാശം ലംഘിച്ചോ? ഇങ്ങനെ ധനമന്ത്രി പറയാൻ പാടുണ്ടോ? ചട്ടലംഘനമല്ലേ? അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തീർപ്പ് വെക്കുന്നതിന് നിയമസഭാ നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ നടന്നോട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ ലാവ്ലിൻ കേസില്ലേ, അവിടെ നടന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കണേ. ലാവ്ലിൻ കേസും തുടങ്ങിയതുണ്ടല്ലോ ഒരു കരട് റിപ്പോർട്ട് വെച്ച AGയുടെ. ആ കരട് റിപ്പോർട്ടിൽ പറഞ്ഞത് 374 കോടി രൂപ മുടക്കിയതിൽ നിന്ന് ഒരു ഗുണവും സംസ്ഥാനത്തിനുണ്ടായില്ല. മൊത്തം പാഴായിപ്പോയി എന്നതാണ് കരട് റിപ്പോർട്ടിൽ ഉണ്ടായത്. ഇത് ലീക്ക് ചെയ്യിച്ചു. പിന്നീടുള്ളൊരു 10 വർഷക്കാലം ഇത് വെച്ചല്ലേ ആറാടിയത്. രമേശ് ചെന്നിത്തല അത് കഴിഞ്ഞപ്പോ അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് വന്നപ്പോൾ തിരുത്തി. എന്ത് തിരുത്തി? 374 കോടി രൂപക്ക് ആനുപാതികമായ നേട്ടമുണ്ടായില്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ പൂർണ്ണ റിപ്പോർട്ട് വന്നിട്ടും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ലാവ്ലിൻ കേസിൽ കൊടുത്ത ഹർജിയിലെ പഴയ കരടിലെ റിപ്പോർട്ടിലെ നിഗമനമാണ് ഉദ്ധരിച്ചത്. ഇന്നും പ്രചാരണം നടത്തുന്നത് മുഴുവനും 374 കോടി രൂപയുടെ നഷ്ടത്തെക്കുറിച്ചല്ലേ? അല്ല, ഇങ്ങനെ ചോർത്തുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ഉപയോഗിച്ചു രാഷ്ട്രീയമായി? അപ്പോ ഈ അനുഭവമുണ്ട്. ഈ അനുഭവം
കിഫ്ബിയിൽ ആവർത്തിക്കാമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവും കൂട്ടരും കണ്ടത്. അത് പൊളിഞ്ഞു. അതിന്റെ വെപ്രാളോ നില കണ്ടത്. അപ്പോ അവകാശ ലംഘനത്തിന്റെ കാര്യം അതിന്റെ മുറക്ക് ചട്ടങ്ങൾ അനുസരിച്ച് പരിശോധന കാര്യങ്ങൾ നടന്നു. ഫൈനൽ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ സഭയിൽ വെക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ പാടില്ല. അതിക്ക് മുമ്പ് ഓഡിറ്റോറിയസ് ഉണ്ട്, കരട് റിപ്പോർട്ടുണ്ട്. അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഏജിക്ക് അറിയിക്കും. ഇക്കാര്യത്തിൽ ഇതൊരു സാധാരണ കാര്യമല്ല. സംസ്ഥാനത്തിന്റെ ധനകാര്യ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന്. ഈ സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഭരണാനുമതി നൽകി 30,000-ഓളം കോടി രൂപയുടേത് ട്രാക്കിലായി ടെൻഡർ വിളിച്ചു. ബാക്കിയുള്ള പദ്ധതി നടന്നു വരുന്നു. ഇത് പ്രൊസീജിയറിൽ കെട്ടിയിടാന്ന് വിചാരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരോട് ഒരിക്കൽ പോലും ഇങ്ങനെ ഞങ്ങൾക്കൊരു ധാരണയുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം, 76 ക്വറീസ് ചോദിച്ചിട്ട് ഒരിക്കൽ പോലും ഇത് ഭരണഘടനാനുസൃതമാണോ എന്നുള്ള ചോദ്യം ചോദിക്കാതെ എക്സിറ്റ് മീറ്റിംഗും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കരട് റിപ്പോർട്ട് CAG അല്ല ആരുണ്ടാക്കിയാലും കണ്ടിൽ നിന്ന് അടിച്ചിട്ടൊന്ന് പോകാൻ പറ്റും. അപ്പൊ ഇത് പറയുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല, പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചല്ല, ഞങ്ങളുടെ ഓഡിറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ഓഡിറ്റ് അനുവദിക്കുന്നില്ല. ഇന്നലെ TV ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ BJP പ്രതിനിധി പറയുന്നത് വായ്പ എടുക്കാൻ അവകാശമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, എടുക്കുന്ന വായ്പ നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു, അതിന്റെ ഓഡിറ്റിംഗ് നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രേഖകൾ വിതരണം ചെയ്യും. ഒന്ന് UDF ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ, കഴിഞ്ഞ UDF ഭരണത്തിൽ 24/1/2006 CAGയുടെ കത്താണ്. നിങ്ങൾ CAGയെ കിഫ്ബിയുടെ ഓഡിറ്ററായി നിയമിക്കണം. അന്ന് UDF ഭരണത്തിന്റെ കീഴിൽ UDF നൽകിയ മറുപടിയാണ് നിങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്യുന്നത്. അലോക് ഷീല് അദ്ദേഹം എഴുതി, ഇൻട്രസ്റ്റിംഗ് ഓഡിറ്റ് ഓഫ് ദ ബോർഡ്സ് അക്കൗണ്ട്സ് വിത്ത് CAG does not arise at this stage as it is not envisaged in either KIFBI Act or scheme. UDF കൊടുത്ത മറുപടിയാ. നിങ്ങൾ രേഖ ഞാൻ നിങ്ങൾക്ക് തരാൻ പോയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും മറുപടി ഇപ്പൊ കിഫ്ബി നൽകിയിട്ടുണ്ട്. 2002 ഈ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് അതിന്റെ കള്ളാസ് തരാം. 2006 UDF ഭരണം അവസാനിക്കുമ്പോഴും CAG ഞങ്ങളെ നിങ്ങളുടെ ഓഡിറ്ററായിട്ട് നിയമിച്ച് ഗവർണർ വഴി അറിയിക്കണം. UDF അന്നത്തെ അലോക് ഷീല് നൽകിയ മറുപടി, ദാറ്റ് ഇഷ്യൂ ഡസ് നോട്ട് അറൈസ്. കാരണം കിഫ്ബിയുടെ ഓഡിറ്റർ നിശ്ചയിക്കാൻ കിഫ്ബി നിയമത്തിൽ വ്യവസ്ഥ വേറെയുണ്ട്, അതനുസരിച്ചാണ് വെക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വ്യവസ്ഥ വെക്കുന്നത്? ഒരു ധനകാര്യ സ്ഥാപനമാകുമ്പോഴേ പല ഘട്ടങ്ങളിലും വായ്പ പെട്ടെന്ന് എടുക്കേണ്ടി വരും. ഇപ്പൊ നോക്കൂ, എത്ര ഏജൻസികളോടാ ഒരേ സമയം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ അതിനിടയ്ക്കത് കഴിഞ്ഞ ആഴ്ച ഫിച്ച് റേറ്റിംഗ് വന്നു. കാരണം നമ്മുടെ റേറ്റിംഗ് എല്ലാ വർഷവും എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് ഓഡിറ്റഡ് അക്കൗണ്ട് അപ് ടു ഡേറ്റ് കൊടുക്കണമെന്ന്
അത് C&A ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഓഡിറ്റ് ഒരു ഫിച്ച് റേറ്റിംഗ് വരുന്നുണ്ട്, നിങ്ങളുടെ ഓഡിറ്റഡ് അക്കൗണ്ട് സൈൻ ചെയ്ത് തന്നെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഈ ബിസിനസ് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കിഫ്ബി നിയമത്തിൽ വ്യവസ്ഥ, അതുകൊണ്ടാണ് UDF സർക്കാർ അങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. രേഖ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ഇപ്പോഴും കിഫ്ബി അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കേരള സർക്കാരിൻ്റെ ഓഡിറ്റർ കിഫ്ബിയാണ്, അല്ല C&AG ആണ്. മറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റുകളും ബാക്കിയും എല്ലാം പരിശോധിക്കുന്നത് 14(1) പ്രകാരമാണ്. ആ റിപ്പോർട്ട് എത്ര വിശദമാണ്. പൊതുമേഖലാ സ്ഥാപനം കുട്ടിയെ കൊടുക്കുന്ന കണക്ക് പരിശോധിക്കാനല്ല, എന്തും പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 14(1) പ്രകാരം നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ C&AG എന്തിനെന്ന് അറിയത്തില്ല, 21 പ്രകാരമുള്ള ഓഡിറ്റാണ് വേണ്ടത്, സെക്ഷൻ 20 പ്രകാരം. വിവാദമായി. നിങ്ങൾ ആ വിവാദം ഓർക്കുന്ന എങ്ങനെയാണ് AG അയക്കുന്ന കത്ത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വരുന്നത്? ഓരോ തവണയും കത്ത് വഹിക്കുമ്പോഴേക്കും അതെങ്ങനെയാണ് പത്രമാധ്യമങ്ങളിൽ വാർത്തയാവുന്നത്? AG പറയുന്നത് 20-ാം വകുപ്പ് പ്രകാരം വേണം. നമ്മൾ മറുപടി കൊടുത്തു, ഈ 14(1) പ്രകാരം ഓഡിറ്റ് നടത്താൻ പറ്റാത്ത സ്ഥാപനത്തിനാണ് 20(1) വകുപ്പ്. ചില സ്ഥാപനങ്ങളിൽ ഇപ്പൊ സർക്കാർ ഷെയറൊക്കെ വിറ്റു, സർക്കാരിന്റെ ഷെയർ മാറി, അത് പൊതുമേഖലാ സ്ഥാപനം അല്ലാതെ വന്നു, പക്ഷെ അത് ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 20 പ്രകാരം 20(1) പ്രകാരം ചെയ്യാം. കിഫ്ബി നാളെ അങ്ങനെ വല്ലതും ആയാലോ, അപ്പൊ നോക്കിയപ്പോ ഇത് C&AG അംഗീകരിച്ചു. എന്നാൽ സെക്ഷൻ 14(1) പ്രകാരം ഓഡിറ്റ് നടന്നു, സമഗ്രമായ ഓഡിറ്റ്, 76 ക്വറീസ് ഉണ്ടായി, അതിനൊക്കെ മറുപടി കൊടുത്തു. ഒരു ക്രമക്കേടും കണ്ടില്ലട്ടാ. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് എന്താ പറയാ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഡിറ്റ് തടഞ്ഞു. പറഞ്ഞ് അതൊരു പൊതുസമ്മതിയാക്കി മാറ്റാം. എന്തോ കിഫ്ബിയിൽ ഓഡിറ്റ് നടക്കുന്നില്ല എന്ന്. രേഖ കൊടുക്കുകയല്ല, കിഫ്ബിയിൽ രേഖ എന്ന് പറഞ്ഞൊന്നുമില്ല, എല്ലാം ഓൺലൈനായിട്ടുണ്ട്, സർവ്വതും ഓൺലൈനാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നോക്കിക്കോ. ഏത് സർക്കാർ ഓഫീസിൽ AGക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തിട്ട്? നോവ് GSTക്കില്ല, വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, GST കൗൺസില് സമ്മതിച്ചിട്ടില്ല. കിഫ്ബി ചെയ്തു, ഓഡിറ്റ് കഴിഞ്ഞു. അപ്പൊ AG പറഞ്ഞു, ഏതാനും മാസം കൂടി ഞങ്ങൾക്ക് ഈ പാസ്വേഡ് വേണം, ക്രോസ് റെഫറൻസിന്. കൊടുത്തു, തർക്കമില്ല. എന്തവിടെ മറക്കാനുള്ളത്? അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ കള്ളം പറച്ചിൽ നിർത്തണം. എന്താ കള്ളം? നിങ്ങളുടെ ഭരണകാലത്ത് കൊടുത്ത മറുപടി തന്നെ ഇന്നും കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് C&AG ഓഡിറ്റ് അങ്ങ് തടഞ്ഞു എന്നും പറഞ്ഞുള്ള വാദമായിട്ട് നീ പറയണം. ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കാലത്ത് പറഞ്ഞതിന് കാരണം എന്ത് എന്ന് വിശദീകരിക്കും. രണ്ടാമത്, നിങ്ങൾ എന്തെങ്കിലും കിഫ്ബിയിലെ ഒരു അഴിമതിയെക്കുറിച്ചോ ക്രമക്കേടിനെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ? ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ MLA-മാരും മാധ്യമങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇന്ന പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും MLA എൻ്റെ മണ്ഡലത്തിൽ ഈ പ്രോജക്റ്റ് നടത്തുന്നതിൽ അഴിമതിയുണ്ട് എന്ന് നിയമസഭയിലോ പുറത്തോ ആക്ഷേപിച്ചു? നിങ്ങൾ മറുപടി പറയണമെന്ന്. നന്നായി നടക്കുന്ന ഒരു സ്ഥാപനത്തെ അടിസ്ഥാനരഹിതമായിട്ട് ആക്ഷേപിച്ച്
നാവിന് എല്ലില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്നൊരു അഹന്തയിൽ നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്താണ് കിഫ്ബിയിൽ അഴിമതി എന്ന് നിങ്ങൾ വിശദീകരിക്കുക. എവിടെയാണെന്ന്? കിഫ്ബിയുടെ പ്രൊജക്ടുകൾ വിതരണം ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയം നോക്കിയിട്ടാണ്. അപ്പോൾ തീരദേശ റോഡ് പോകുന്നത്, മലയോര റോഡ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മേജർ റോഡുകൾ കിഫ്ബിലെടുത്തിരിക്കുന്ന പോകുന്നത് മണ്ഡലത്തിന്റെ അതിർത്തികൾ നോക്കിയിട്ടൊന്നുമല്ല. ഒരാക്ഷേപമില്ല എല്ലാവർക്കും. താലൂക്ക് ആശുപത്രികൾ ഏത് മണ്ഡലത്തിലാണെങ്കിലും എടുക്കൽ 500 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂള് പണിയാൻ നോക്കുമ്പോൾ LDFന്റെ മണ്ഡലം നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നിഷ്പക്ഷമായിട്ട് സുതാര്യമായിട്ട് നടക്കുന്ന ഒരു സംവിധാനം, അതിൽ തന്നെ UDFന്റെ കാലത്ത് മുമ്പില്ലാതിരുന്ന എന്തെല്ലാം ചെക്ക് ആൻഡ് ബാലൻസ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അന്നുണ്ട്, അന്നില്ലാത്ത ഒന്നുണ്ട്, ഇന്റർനാഷണൽ പിയർ ഓഡിറ്റർ. ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ചെയ്തത് ശരിയാണോ നോക്കാൻ ഒരു പിയർ ഓഡിറ്റർ ഇന്റർനാഷണൽ ലെവല് അപ്പോയിന്റ് ചെയ്യണം. അന്നില്ലാതിരുന്ന ഒന്നുണ്ട്, ഇന്റേണൽ ഓഡിറ്റ്. ഇതിന്റെ റിപ്പോർട്ടോ FTAC-ന്, ഫണ്ട് ട്രസ്റ്റ് ഫിഡലിറ്റി ബോർഡ്. ആരാത്? വിനോദ് റോയ്, ഇന്ത്യയുടെ ഏറ്റവും സമുന്നതനായ അംഗീകാരം നേടിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി. അവര് പരിശോധിച്ചിട്ട് അവരുടെ കമന്റോടുകൂടി നിയമസഭയെ തരുന്നു. നിയമസഭ അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചർച്ച ചെയ്യും. ഇതാണെന്ന് കിഫ്ബി. ഇങ്ങനെ ചെയ്താലേ ഈ കൈ നീട്ടുമ്പോഴേ 50,000 കോടി കിട്ടത്തുള്ളൂ. ക്രെഡിബിലിറ്റി വേണം സ്ഥാപനത്തിന്. അതുകൊണ്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇത് വേണമെന്നറിയാം. അപ്പോ ഒരു അടിസ്ഥാനമില്ലാതെ എത്ര പ്രാവശ്യം പറയണം അഴിമതി അഴിമതി മറച്ചു വെക്കാനാണ്. ഓഡിറ്റില്ല, എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ പറയുന്നത്? അപ്പൊ ഞാൻ വീണ്ടും പറയണം, ശരിയായിട്ടുള്ള പ്രശ്നം എന്താ? ഒന്ന്, മസാല ബോണ്ട് എടുത്തത് തെറ്റോ ശരിയോ പറയണം. ഞാനൊന്ന് പറയട്ടെ, കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ 2016 NTPC 2000 കോടി രൂപ മസാല ബോണ്ട് വഴി സമാഹരിച്ചു. പീയൂഷ് ഗോയൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസ് പ്രഖ്യാപിച്ചത് ഊർജ കമ്പനികൾ $1 ബില്യൺ വിദേശത്തുനിന്ന് വായ്പ എടുക്കുന്നതാണ്. സർക്കാരില്ലാട്ട കമ്പനികൾ. നാഷണൽ ഹൈവേ അതോറിറ്റി 5000 കോടി രൂപ സമാഹരിക്കുന്നതിന് തീരുമാനമെടുത്തു. അതിന്റെ ഓപ്പണിംഗ് സെറമണിക്ക് കേരള മുഖ്യമന്ത്രി പോയ പോലെ ഓപ്പണിംഗ് സെറമണിക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അന്ന് മണിയടിച്ചത് നിതിൻ ഗഡ്കരിയാണ്. പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യം അല്ല, കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ അവകാശം പാടുള്ളൂ, സംസ്ഥാനങ്ങൾക്ക് ഈ അധികാരം വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. കേരളത്തോട് പറയും. ഞങ്ങൾ പറയുന്നത് കേരളത്തിന് വേണമെന്നുള്ളതാണ്. അതല്ല, സംസ്ഥാനത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ അധികാരം 2002-ലും 2003-ലും UDF സർക്കാർ ഇതേ കിഫ്ബി വെച്ചിട്ട് വായ്പ എടുത്തതല്ലേ? ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അധികാരം ഇനി വേണ്ട, കേന്ദ്രത്തിന് അടിയറ വെക്കണം എന്നാണോ പറയുന്നത്? ആ ഏജ് പറയുന്നതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഞങ്ങൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുക. ഏത് പഞ്ചായത്ത് എടുത്താലും ഏത് നഗരസഭ എടുത്താലും അവിടെ ഇന്ന് കിഫ്ബി ഉണ്ട്. പണി തീർന്ന സ്കൂള്, പണി നടക്കുന്ന സ്കൂള്, പണിതുകൊണ്ടിരിക്കുന്ന ആശുപത്രികൾ, റോഡുകൾ,
പാർക്കുകൾ, സാംസ്കാരിക നിലയങ്ങൾ, സ്റ്റേഡിയങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കെന്ന്. ഏതെങ്കിലും കാലത്ത് ഇന്ന് ഇന്ത്യ ഒരു മാന്ദ്യം നേരിടുമ്പോഴേ ഇന്ത്യ സർക്കാർ അവരുടെ ക്ലെയിം എത്രയാ? ഞങ്ങൾ 2.65 ലക്ഷത്തിൻ്റെ സ്റ്റിമുലസ് പാക്കേജ് ഉണ്ടാക്കുന്നു ഇന്ത്യക്ക് വേണ്ടി. മൊത്തം ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്, 1 ലക്ഷം കോടി വരുന്നില്ല. ആകെ ഇന്ത്യ സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് 3 ലക്ഷം കോടിയിൽ താഴെയാണ് പാക്കേജ്. അപ്പോഴാണ് ഈ കേരളത്തിൽ ഈ മാന്ദ്യകാലത്ത് 50,000 കോടി രൂപയുടെ പാക്കേജ്, സ്റ്റിമുലസ് പാക്കേജ് നടപ്പാക്കും. ഇതൊന്നും വേണ്ട. കിഫ്ബി വേണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ചെയ്താട്ടെ, നിങ്ങളുടെ സൂത്രവിദ്യ ഒന്ന് പറഞ്ഞതാ. അല്ല, UDF അധികാരത്തിൽ വരുമ്പോ ഈ കിഫ്ബി സംവിധാനം വേണ്ട, ഈ പ്രൊജക്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ബദൽ സംവിധാനം എന്ത്? ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ ഗൊഗ്ഗോ വിളി അല്ലെന്ന് രാഷ്ട്രീയം. നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ സുതാര്യമായിട്ട് വെച്ചിരിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 2 ലക്ഷം കോടി രൂപയുടെയെങ്കിലും മുതൽ മുടക്ക് നടത്തും. സിൽവർ ലൈൻ 60-70,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷമാകുമ്പോഴേ വരത്തുള്ളൂ. ഇൻഡസ്ട്രിയൽ കോറിഡോർ, ദേശീയ ഇൻഡസ്ട്രിയൽ കോറിഡോറിന് ബന്ധപ്പെട്ട് വരുന്നതാണ്. 20,000-30,000 കോടി രൂപയെങ്കിലും മുടക്കേണ്ടതിന്. ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് ഇതൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. ഇത് 1999 ആരംഭിച്ച കിഫ്ബിയാണ്, കിഫ്ബി പദ്ധതിയാണ്. അതിനുശേഷം മാറി മാറി വന്ന സർക്കാരുകൾ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് വായ്പകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മാത്രം എങ്ങനെയാണ് ഭരണഘടനാ ലംഘന പ്രശ്നമായി മാറുന്നത് എന്നാണ് ധനമന്ത്രി ചോദിക്കുന്നത്.